വിത്ത് ഐറ്റം വേറെയിൽ നമ്മൾ ഒരുപാട് നല്ല സ്കിറ്റുകൾ കണ്ടു. ഇനി ഇവിടെ മിമിക്രി മഹോത്സവം നടക്കാൻ പോവാണ്. ഇന്ന് മിമിക്രി മഹോത്സവം അവതരിപ്പിക്കാനായിട്ട് നല്ലൊരു കിഡിലൻ കലാകാരനാണ് നമ്മുടെ വേദിയിലേക്ക് കടന്നു വരാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന വളരെ സുപരിചിതനായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. നല്ലൊരു കൈയടി കൊടുക്കാം. നമുക്ക് സ്വാഗതം ചെയ്യാം ഹസീബ് പൂനൂർ. ഹസീബേട്ട, നമ്മുടെ ഫ്ലോറിലേക്ക് സ്വാഗതം. ഒരുപാട് നാളായല്ലോ കണ്ടിട്ട്. തീർച്ചയായിട്ടും കഴിഞ്ഞ മഴക്കാലത്ത് വന്നതാണ്. പിന്നെ ഇപ്പോഴാണ് വേറൊരു അതാണ് ഹസീബേട്ട വന്നപ്പോ രാവിലെ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. അപ്പൊ ചേട്ടനെ കണ്ടൊരു എക്സൈറ്റ്മെന്റിലാണ് നമ്മള്. ഗംഭീര ഐറ്റംസ് ആണ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. നമുക്ക് അധികം വൈപ്പിക്കേണ്ട ആദ്യത്തെ ഐറ്റത്തിലേക്ക് കിടക്കാം അല്ലേ? അപ്പോൾ ഞാനിന്ന് ഇവിടെ കൊണ്ടുവന്ന് രണ്ടുപേർക്കുള്ള ട്രിബ്യൂട്ടിൽ നമുക്ക് തുടങ്ങാം. നമ്മളെ വിട്ടുപോയ രണ്ട് മഹത് വ്യക്തികൾ, മഹാകലാകാരന്മാർ. ഒന്ന് കലാഭവൻ നവാസ് ഖാ, മറ്റൊന്ന് ശ്രീനിയേട്ടൻ. അപ്പോൾ രണ്ടുപേരും ഈ അടുത്ത് നമ്മൾ ഒരുപാട് വിഷമത്തിലായിരുത്തി കടന്നുപോയ ആൾക്കാരാണ്. തീർച്ചയായിട്ടും നവാസ് ഖായിൽ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇടക്കാലത്ത് പറഞ്ഞ, അതായത് മരണത്തിൻ്റെ തൊട്ട് മുമ്പേ ആണെന്ന് തോന്നുന്നു, അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ വാചകങ്ങൾ. ഞാൻ ഈ നിമിഷത്തെ അല്ലെങ്കിൽ നിമിഷത്തിനെ വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ഇപ്പം നമ്മൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ഞാൻ തിരിച്ച് വീടെത്തുന്നുള്ള യാതൊരു ഉറപ്പും എനിക്കില്ല. അപ്പം ഞാനിപ്പോൾ ഇന്ന് നമുക്ക് കാണാം എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. പക്ഷെ ഇന്ന് കാണാൻ പറ്റുന്നുള്ള യാതൊരു ഗ്യാരണ്ടി എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ എന്തുമാത്രം പ്രാവർത്തികമാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇവിടുത്തെ നമ്മളെ ചില നമ്മളെ ചിന്താഗതി മാത്രമാണ്. അപ്പോൾ അത് തീരുമാനിക്കുന്ന ദൈവമാണ്. താങ്ക് യു. അതേപോലെ ശ്രീനിയേട്ടൻ്റെ ആ ഒരു മരണാസൻ്റെ സമയത്ത് അതിന് തൊട്ട് മുമ്പേ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൊരു വലിച്ചിലുള്ള ശബ്ദമാണ്. ഇപ്പം അദ്ദേഹം ഈ പറയുന്ന പോലെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു വോയിസാണ്. മമ്മൂട്ടി അബുസലീമിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ സ്ട്രീറ്റ് ഫോർവേഡാണെന്ന്. അപ്പോൾ മമ്മൂക്ക പറഞ്ഞു ഞാൻ സെൻറ്റർ ഫോർവേഡാണെന്ന്. അപ്പം ഞാൻ ചോദിച്ചു ശരിക്കും ഫുട്ബോളിൽ സെൻറ്റർ ഫോർവേഡ് ഉണ്ടോയെന്ന്. സാധാരണ നമുക്ക് ചിരി വരും. ഇത് കേട്ടപ്പോ എന്തോ ഒരു അല്ലേ, ആരും അങ്ങനെ അവതരിപ്പിച്ച് നമ്മളെ കേട്ടിട്ടില്ല. ഒരു വലിയ കാര്യം. അതേപോലെ നമ്മുടെ ഗ്രേറ്റ് യൂസുഫ് അലി സാറ്. 15 കൊല്ലം മുമ്പാണ് ഞാനിത് പ്ലാൻ ചെയ്യുന്നത്. ഞാൻ എൻ്റെ വിഷൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഷോപ്പിംഗ് മാൾ, കേരളത്തിലെന്നല്ല ഞാൻ പറഞ്ഞു, ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഷോപ്പിംഗ് മാൾ. അത് കുറച്ച് ബുദ്ധിമുട്ട് സഹിച്ചാലും കേരളത്തിൽ അത് വേണം. കാരണം ഇതൊരു ഐഡന്റിറ്റി കൂടിയാണ്. താങ്ക് യു. സൂപ്പർ സൂപ്പർ, അടിപൊളി. നെക്സ്റ്റ് വൺ. ഓക്കെ, അടുത്തത് നമ്മളെ ജീത്തു സാറ്, ജീത്തു ജോസഫ് സാർ. ജോർജ് കുട്ടി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു വലിയൊരു ബ്രില്യൻസ് കാണിക്കുന്ന ഒരാളല്ല. അദ്ദേഹത്തിന് ഒരു റിഫ്ലക്സ് ആക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു റിഫ്ലക്സ് ആക്ഷൻ അദ്ദേഹത്തിന് ആ ഒരു ഫാമിലിയെ സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഏത് അറ്റം വരെ പോകും. ഇപ്പോൾ ലാൽ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിനയം ശരിക്കും നമ്മൾ നോക്കി നിന്ന് പോകും. അപ്പോൾ അതാണ് ലാൽ സാറിൻ്റെ ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത്. താങ്ക് യു. ഇനി നമുക്ക് മമ്മൂക്ക ഇടക്ക് പറഞ്ഞ ഒരു ലൈവ് വോയിസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്ന വാചാലനാകുന്ന ഒരു സന്ദേശം. ഭാര്യ ഭർത്തൃബന്ധം ഒരു പക്ഷേ രക്തബന്ധം. വലിയച്ഛൻ, അമ്മായി, വല്യമ്മ, ഇളയമ്മ ഒക്കെ ഓരോ ബന്ധങ്ങളാണ്. പക്ഷെ ഈ ബന്ധങ്ങൾ നമുക്കൊരിക്കലും മുറിച്ചു മാറ്റാൻ പറ്റില്ല. പക്ഷേ ഭാര്യ വേണമെങ്കിൽ മുറിച്ച് മാറ്റാവുന്ന ഒരു ബന്ധമാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യയും വേണമെങ്കിൽ വേർപെടുത്താവുന്ന ഒരു ബന്ധമാണ്. പക്ഷെ ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഭാര്യയിലൂടെയാണ് ഈ ബന്ധങ്ങളെല്ലാം നമുക്കുണ്ടായിത്തീരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഭാര്യ ഭർത്തൃബന്ധം എന്നുള്ളത് വളരെ പവിത്രമായി ഓർക്കേണ്ട ഒന്നാണ്. താങ്ക് യു. ഇനി ഞാൻ മുതുകാട് സാറിൻ്റെ ഒരു വോയിസിലേക്ക്. നമസ്കാരം. ഈ വീടിന് ഉമ്മർത്തിരുന്ന് ഈ ചാറ്റിൽ മയത്ത് ഓരോന്ന് ഓർത്തെടുക്കാൻ നല്ല രസം. ഇന്ന് ഫ്രണ്ട്ഷിപ്പ് ഡേ ആയതുകൊണ്ട് രാവിലെ തന്നെ വാട്സപ്പ് തുറന്നപ്പോൾ 100 കണക്കിന് ഫ്രണ്ട്ഷിപ്പ് മെസ്സേജുകളാണ് പറഞ്ഞു വന്നത്. അതെല്ലാം വായിക്കുമ്പോൾ ഞാൻ ആലോചിച്ചു, ആരാണ് എക്കാലത്തെയും പ്രിയപ്പെട്ട സുഹൃത്ത്? അന്നും ഇന്നും എന്നും അല്പം പോലും കുറവ് വരാതെ പരസ്പരം സ്നേഹിക്കുന്ന പ്രിയ സുഹൃത്ത് ആരാണ്? അങ്ങനെ ആൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സാധാരണ ഞാൻ വേദികളിൽ വന്നു കഴിഞ്ഞാൽ ലാലേട്ടനെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആളാണ്, അതുകൊണ്ട് തന്നെ അതാണ് എൻ്റെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഒരുപാട് സന്തോഷം. ഇല്ലേ, ഞാൻ
2 തവണ ഇതിനു മുമ്പേ ഫ്ലവേഴ്സിൻ്റെ വേദിയിൽ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു, ടോപ്പ് സിംഗറിൻ്റെ. അതേപോലെ അല്ലേ, വളരെ ആസ്വാദികരമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ള 2 സംഗതികളാണ്. ഒന്ന് കോമഡി സ്കിറ്റുകൾ, അതേപോലെ കൊച്ചുകുട്ടികളെ പാട്ടുകൾ. ഇത്ര ഭംഗിയായിട്ടാണല്ലേ അവർ പാടുന്നത്. അതേപോലെ ഇപ്പം തമാശ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്, ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. അതേപോലെ തമാശയിലൂടെ ഒരു പേരെ ചിരിപ്പിക്കുക എന്നത് അതിലും വലിയ കാര്യം തന്നെയാണല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ആരാധനാപൂർവ്വം കാണുന്ന ആളുകളാണ് മിമിക്രി ആർട്ടിസ്റ്റുകൾ, അതേപോലെ കൊമേഡിയന്മാരെന്നൊക്കെ പറയുന്നത്. തീർച്ചയായിട്ടും നല്ല സംരംഭങ്ങളുണ്ടാവട്ടെ, നല്ല മിമിക്രി ആർട്ടിസ്റ്റുകൾ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. സൂപ്പർ, എല്ലാ ഐറ്റവും കിഡിലായിരുന്നു, വെറൈറ്റി ഐറ്റംസ് ആയിരുന്നു അല്ലേ. ഇനി പ്രജ എന്ന സിനിമയിലെ ഇപ്പോൾ യൂട്യൂബിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലാഹേൽ വക്കച്ചൻ, സക്കീർ ഹുസൈൻ ആ ഒരു കോംബോ വളരെ ഹിറ്റാണ്. അപ്പോൾ 2 പേരുടെയും ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ് ആ ഒരു സീനിലെ, പ്രജ എന്ന സിനിമയിലെ. സക്കീറേ, തൻ്റെ മൂക്കിന് താഴെ കാണുന്ന ഈ പൂടയുണ്ടല്ലോ, അതിങ്ങനെ പിരിച്ചു വലിച്ച് മുകളിലോട്ട് വെച്ചാൽ പേടിക്കുന്ന രാഷ്ട്രീയക്കാരും മന്ത്രിമാരും കാണും അങ്ങ് ബോംബെയിലെ. ഈ ലാഹേൽ വക്കച്ചൻ അങ്ങ് തിരുവനന്തപുരത്തുനിന്ന് സ്റ്റേറ്റുകാരോടിച്ച് കൊച്ചി വരെ ഉലത്തിയതേ നിന്റെ ഈ പൂട പറിക്കുന്ന ഷോ കാണാനല്ല, നിന്നെ കൊണ്ട് അനുസരിപ്പിക്കാൻ. താൻ്റെ ഇതിലും നീളമുള്ള ഒരുപാട് പൂട കണ്ടിട്ടുള്ളവരാണ് ഈ ലാഹേൽ വക്കച്ചൻ. അങ്ങ് പൂജാറ്റിലെ ഈ കൈ കണ്ടോ നീ, ഇവറ്റെല്ലാം തഴമ്പ് കണ്ടോ നീ. 10-40 കൊല്ലക്കാലം കേരളത്തിലെ കക്ഷി രാഷ്ട്രീയത്തിൽ കിടന്ന് കടവിറങ്ങിയ തഴമ്പാടാ നീ. കണ്ണ് കെട്ടിട്ടോടാണ് ഗണ്ണ്. ഒക്കടലിങ്ങനെ ചേടി നടക്കുന്ന 1.5 ചാടിൻ്റെ പിസ്റ്റളല്ല, നല്ല ഡബിൾ ബാരൽ ഗണ്ണ്. വേണ്ടി വന്നാൽ അവറ്റേരുണ്ടെങ്കിൽ എടുക്കും ഈ ലാഹേൽ വക്കച്ചൻ. എന്നിട്ട് തന്നെയും തൻ്റെ മറ്റേ ബാപ്പുവിനെയും ചേർത്ത് നിർത്തി കഴിവേറ്റിക്കളി ഞാൻ. പരമനാറി ലാഹേൽ വക്കച്ചൻ. അങ്ങ് പാലായിലും പിന്നെ നിന്റെ പൂഞ്ഞാറ്റിലും അങ്ങ് കാഞ്ഞിരപ്പള്ളിയിലൊക്കെ നല്ല ഫങ് എന്ന് വെടിപ്പായിട്ട് വെടിവെക്കാൻ അറിയാവുന്ന ഒരുപാട് ആണുങ്ങൾ കണ്ടിട്ടുണ്ട് ഈ ഷക്കീർ. നല്ല കള്ളരിക്കുന്ന മീശയും പിന്നെ പിണ്ടിക്കുരിശുമാലയും സാദാ ചാർമിനാരിട്ട് വാറ്റിയ നാടൻ ചാരായത്തിൻ്റെ ചൂരുമുള്ള നല്ല ആണുങ്ങൾ വെടിക്കാരച്ചായമാര്. ആനയുടെ കൊമ്പ് വേണോ, ജീവനോടെ പിടിച്ചെടുത്ത് റോസ്റ്റ് ചെയ്ത് കടുവയുടെ കിഡ്നി വേണോ എന്ന് ചോദിച്ചുകൊണ്ട് ഷക്കീറിനെ കാണാൻ വരും. വേണമെന്നൊന്ന് മൂളിയാ മതി, അപ്പ കൊണ്ടുവരും കിഡ്നി. നല്ല അപ്പന് വരുന്ന വെടിക്കാര്. കാട്ടിൽ കയറി വെടിവെച്ചിട്ടില്ല നീ കയറിയതൊക്കെ അങ്ങ് നാട്ടില്. എടാ ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിർത്തടാ. ഞാനിവിടെ കയറി വന്നത് മുതൽ ഓങ്ങി വെച്ചതാ തനിക്ക് 2 എണ്ണം പൊട്ടിക്കാൻ. താൻ ഈ മഹാത്മജിയെ കണ്ടോ? ഒരു ജന്മം മുഴുവൻ അഹിംസാ മന്ത്രങ്ങൾ ഉരുവിട്ട് നെഞ്ചുന്തി കൂനിക്കൂടി കുത്തിയിരുന്ന് 100 നീരെടുത്ത ഈ സാധനം ഉണ്ടല്ലോ, താൻ അല്പം മുമ്പ് താൻ തൻ്റെ 3ാമത്തെ മുഖം എന്നെ കാണിക്കുന്നതിന് വേണ്ടി പൊന്തിച്ചു പിടിച്ച ഈ സാധനം, ഈ ഖദർ ഒരു രാഷ്ട്രത്തിൻ്റെ ഊടും പാവുമാടാ ലാഹേൽ വക്കച്ച. ഇങ്ങനെ തലങ്ങും വിലങ്ങും കിടന്നോടുന്നത്. അതിങ്ങനെ വിത്ത് കുത്തി കുളം തോണ്ടുന്ന തന്നെ പോലെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരിങ്ങനെ കൗപീനമെടുത്ത് നിന്ദിക്കാൻ പാടില്ല മേലിൽ. അതിനനുവദിക്കില്ല ഈ ഷക്കീർ അലി ഹുസൈൻ. ഹേ റാം, ഹേ റാം. നരൻ സിനിമയിലെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. ചെയ്യാം. മുള്ളംകൊല്ലി വേലായി. നല്ല കർക്കിടക കുത്തൊഴുക്കിന് മുള്ളംകൊല്ലിപ്പുഴ ലക്ഷ്മി കണ്ടിട്ടുണ്ടോ? അതിൽ ഇന്നതാ ഒഴുകി വരാന്നൊന്നും പറയാൻ പറ്റില്ല. കാട്ടാന വരെ ഒഴുകി വന്നിട്ടുണ്ട്. ഷാജോട്ടൻ അറിയാം. സാറിന് അത് നിൽക്കണ ആള് മനസ്സിലായ? ആ കൊച്ചിനെ മനസ്സിലായ? നമ്മൾ കേളപ്പെട്ടതിന്റെ മോള ലീല. മുള്ളംകൊല്ലി മഹാരാജാവ് എന്നാ എന്നെ വിളിക്കുന്നത്. ഞാൻ കേക്ക് വിളിക്കില്ല. നമ്മൾ ഇത്തിരി അടിക്കുകയൊക്കെ ചെയ്യേ. അതെ, ഈ കാണുന്ന പുഴയാ സാറേ എൻ്റെ അമ്മ. വിശന്നപ്പോൾ ഊട്ടി, കരഞ്ഞപ്പോൾ കണ്ണീരെല്ലാം കൊണ്ടുപോയി. ഇപ്പം എന്നെ തിരിച്ചു വിളിക്കുന്നത് എൻ്റെ അമ്മയാവും. കണ്ടോ സാർ, വേലായുധന യാത്രയ്ക്ക് മുള്ളംകൊല്ലി മുഴുവൻ എത്തിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ സന്തോഷമൊന്നും വേലായുധൻ ആഗ്രഹിക്കുന്നില്ല കേളപ്പേട്ട. കുറുപ്പ് അതെ, വേലായുധനെ നേർക്ക് നേർന്ന് നടിക്കാനുള്ള ചങ്കുറപ്പ് നിനക്കായിട്ടുണ്ട്. ഇപ്പഴിയടാ, ഒറ്റ തന്തയ്ക്കുണ്ടായതാണ് ഇപ്പഴിയടാ. സാറേ ധൈര്യമുണ്ട്, സാറിനെ നീന്തി തോപ്പിക്കാവോ? അക്കരയ്ക്ക് വാ സാറേ, ഞാനവിടെ കാത്തിരിക്കാം. ചുമ്മാ. കിടിലോ കിടിലോ. താങ്ക് യു സോ മച്ച്.